ബിറ്റ് കോയിൻ ഈ വാക്ക് കേൾക്കാത്തവരായി ഇന്ന് ആരും ഉണ്ടാകില്ല. പത്രങ്ങളിലും ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ബിറ്റ് കോയിൻ ഒരു സ്ഥിരം ചർച്ചാ വിഷയമാണ്. ഒരുപാട് പേർ ഇതിൽ നിക്ഷേപിക്കുന്നു, വ്യാപാരം ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബിറ്റ് കോയിൻ? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് ഇത് ഉണ്ടാക്കിയത്? ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഉള്ളത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. എന്താണ് ഈ ബിറ്റ് കോയിൻ? ലളിതമായി പറഞ്ഞാൽ ബിറ്റ് കോയിൻ ഒരു ഡിജിറ്റൽ കറൻസിയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള രൂപ നോട്ടുകൾ പോലെയോ നാണയങ്ങൾ പോലെയോ തൊടാനോ കാണാനോ പറ്റില്ല. ഇത് പൂർണ്ണമായും ഓൺലൈനിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു പ്രധാന കാര്യം, ഇതിനെ നിയന്ത്രിക്കാൻ പ്രത്യേക സർക്കാരോ ബാങ്കോ ഇല്ല എന്നതാണ്. കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ ശൃംഖലയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. ആരാണ് ഈ ബിറ്റ് കോയിൻ എന്ന ആശയത്തിന് പിന്നിൽ എന്ന് നോക്കാം. സതോഷി നാകാമോട്ടോ എന്നൊരു പേരിലാണ് ബിറ്റ് കോയിൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇതൊരു വ്യക്തിയാണോ അതോ ഒരു കൂട്ടം ആളുകളാണോ എന്ന് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. 2008 ബിറ്റ് കോയിൻ എന്ന ആശയവും അതിന്റെ പ്രവർത്തന രീതിയും വിശദീകരിക്കുന്ന ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചത് ഈ പേരിലാണ്. പിന്നീട് 2009 ആദ്യത്തെ ബിറ്റ് കോയിൻ സോഫ്റ്റ്വെയർ പുറത്തിറക്കുകയും നെറ്റ്വർക്ക് ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 1 മില്യൺ ബിറ്റ് കോയിനുകൾ സതോഷി നാകാമോട്ടോയുടെ കൈവശമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ ഇന്നു വരെ ആ ബിറ്റ് കോയിനുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സതോഷി ആരാണെന്നുള്ളത് സാങ്കേതിക ലോകത്തെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായി തുടരുന്നു. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ബിറ്റ് കോയിൻ മൈനിങ്. എന്താണ് ഈ മൈനിങ് എന്ന് നോക്കാം. പുതിയ ബിറ്റ് കോയിനുകൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് മൈനിങ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ ഒരു ഗണിതശാസ്ത്ര പ്രശ്നം കമ്പ്യൂട്ടറുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഈ മത്സരത്തിൽ ഉണ്ടാകും. ഒരു തരം ഡിജിറ്റൽ മത്സരം. ഏത് കമ്പ്യൂട്ടറാണോ ഈ പ്രശ്നം ആദ്യം പരിഹരിക്കുന്നത് ആ കമ്പ്യൂട്ടറിന് സമ്മാനമായി കുറച്ച് ബിറ്റ് കോയിനുകൾ ലഭിക്കും. ഇതിനെയാണ് നമ്മൾ ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. ഇത് സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. വളരെ ശക്തിയേറിയ കമ്പ്യൂട്ടറുകൾ ഇതിനായി വേണം. അതുപോലെ വലിയ അളവിൽ വൈദ്യുതിയും ഇതിന് ആവശ്യമായി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ റേസ് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. എല്ലാ കമ്പ്യൂട്ടറുകളും ഒരേ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മത്സരിക്കുന്നു. ആരാണോ ഏറ്റവും വേഗത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുന്നത് അവർക്ക് സമ്മാനമായി ബിറ്റ് കോയിൻ കിട്ടുന്നു. ഈ ഒരു പ്രക്രിയയിലൂടെയാണ് പുതിയ ബിറ്റ് കോയിനുകൾ ജന്മമെടുക്കുന്നത്. ഇനി ഒരാൾ മറ്റൊരാൾക്ക് ബിറ്റ് കോയിൻ അയക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇതിനെയാണ് നമ്മൾ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് UPI വഴി പൈസ അയക്കുന്നത് പോലെ തന്നെയാണ് ബിറ്റ് കോയിൻ അയക്കുന്നതും. നിങ്ങൾ ഒരാൾക്ക് ബിറ്റ് കോയിൻ അയക്കുമ്പോൾ ആ ഇടപാട് ബ്ലോക്ക് ചെയിൻ എന്നൊരു ഡിജിറ്റൽ ലെഡ്ജറിൽ അല്ലെങ്കിൽ ഒരു കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തും. ഈ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും ശാശ്വതമായി ആർക്കും മാറ്റാൻ കഴിയില്ലാത്ത രീതിയിൽ രേഖപ്പെടുത്തും. ഈ ഇടപാടിന്റെ ഘട്ടങ്ങൾ നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ ഒരാൾക്ക് ബിറ്റ് കോയിൻ അയക്കുന്നു. ഉടൻ തന്നെ നെറ്റ്വർക്കിലുള്ള ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ഈ ഇടപാട് പരിശോധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ അയക്കാനുള്ളത്ര ബിറ്റ് കോയിനുകൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നൊക്കെയാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഈ കമ്പ്യൂട്ടറുകൾ ഇടപാട് ശരിയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയിനിലേക്ക് ചേർക്കും. അതോടെ പണം മറ്റൊരാൾക്ക് ലഭിക്കുന്നു. ഈ പ്രക്രിയ മുഴുവനായും ഡിജിറ്റലായി വളരെ സുരക്ഷിതമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതിനിടയിൽ ഒരു ബാങ്കിന്റെയും ആവശ്യമില്ല എന്നതാണ്. ഈ മുഴുവൻ സംവിധാനവും നിയന്ത്രിക്കുന്നത് വ്യക്തികൾ തന്നെയാണ്. അതായത് നമ്മളെ പോലെയുള്ള ഉപയോക്താക്കൾ. ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ് സിസ്റ്റം അഥവാ വികേന്ദ്രീകൃത സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൗതുകകരമായ ചോദ്യം വരാം. ആരുടെ കയ്യിലായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഉള്ളത് എന്ന്? സതോഷി നാകാമോട്ടോയുടെ കയ്യിൽ വലിയൊരു ശേഖരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതല്ലാതെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, എന്തിന് ചില രാജ്യങ്ങൾ പോലും ബിറ്റ് കോയിൻ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം മൈക്രോ സ്ട്രാറ്റജി പോലുള്ള വലിയ കമ്പനികൾ അവരുടെ ആസ്തിയുടെ ഭാഗമായി കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ബിറ്റ് കോയിനുകൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ടെസ്ലയും ഒരു കാലത്ത് വലിയ തോതിൽ ബിറ്റ് കോയിൻ വാങ്ങിയിരുന്നു. വ്യക്തിഗത നിക്ഷേപകരിൽ വിൻക്ലിവോ സഹോദരന്മാരെ പോലുള്ള ആദ്യകാല നിക്ഷേപകർ വലിയ ബിറ്റ് കോയിൻ ഹോൾഡർമാരായി അറിയപ്പെടുന്നു.
ചില രാജ്യങ്ങളും ബിറ്റ് കോയിൻ റിസർവ് ആയി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ ചെറിയ തോതിൽ വാങ്ങിയിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ കയ്യിലല്ല, മറിച്ച് നിരവധി വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കയ്യിലായിട്ടാണ് ബിറ്റ് കോയിൻ ശേഖരം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യമാണ്, എന്താണ് ക്രിപ്റ്റോ കറൻസിയുടെ ഭാവി? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ ഭാവി പ്രധാനമായും 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 1. സാങ്കേതിക വിദ്യയുടെ വളർച്ച. 2. വിവിധ രാജ്യങ്ങളിലെ സർക്കാരുടെ നയങ്ങൾ. അമേരിക്ക, ജപ്പാൻ, UAE പോലുള്ള ചില രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ ഇതിനായുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുന്നു. അതേസമയം ഇന്ത്യ, ചൈന പോലുള്ള ചില രാജ്യങ്ങൾ ഇപ്പോഴും ഇതിനോട് കുറച്ചുകൂടി കർശനമായ സംശയത്തോടെയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ചില സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. ആളുകൾ ഒരുപക്ഷെ ക്രിപ്റ്റോയെ ഒരു ഡിജിറ്റൽ സ്വർണം പോലെ കണ്ടേക്കാം, അതായത് ഒരു മൂല്യമുള്ള ആസ്തിയായി. അതുപോലെ ഇതിന്റെ വിലകളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നതാണ്. ഇന്ന് കൂടുന്നത് നാളെ കുറഞ്ഞേക്കാം. പിന്നെ സർക്കാർ നിയന്ത്രണങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. അത് ഇതിന്റെ മൂല്യത്തെയും ഉപയോഗത്തെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലും മാത്രം ചെയ്യുക. ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തുചാടി ഒരു തീരുമാനമെടുക്കരുത്. അപ്പോൾ ബിറ്റ് കോയിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.